ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസായ ഹൊറർ മിസ്റ്ററി മൂവിയായ ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ. ഒരു യൂണിക്കായ ഹൊറർ ത്രില്ലർ മൂവിയാണിത്. ഈ പടത്തിന്റെ വൺ ലൈനർ എന്തെന്നാൽ, ഒരു പെണ്ണിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മോർച്ചറിയിലോട്ട് വരും. ഈ പെണ്ണിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നത്. ആ പേടിപ്പിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് പറയുന്ന കഥയാണ് 2016 റിലീസായ ഹൊറർ ത്രില്ലർ മൂവിയായ ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ. ഓക്കെ, നമുക്ക് മൂവിയിലോട്ട് പോകാം. ഈ മൂവിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിന്റെ ഉള്ളിൽ മുഴുവനും പോലീസും മീഡിയാസുമാണ്. എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. ഈ വീട്ടിന്റെ ഉള്ളിൽ മൊത്തം 4 പേര് ഭയങ്കര കൊടൂരമായി മരിച്ചു കിടക്കുകയാണ്. പക്ഷെ ഇവർ ആരാണ് കൊന്നത് എന്ന് ഒരു എവിഡൻസ് പോലും ഇല്ല. ആകെ ഈ മരിച്ചു കിടക്കുന്നവരുടെ കൈപ്പാട് മാത്രമേ ഉള്ളൂ. പോലീസുകാരും ഇവരെ തന്നെയാണ് സ്വയം കുത്തിക്കൊന്നത് എന്ന് പറയുന്നു. പക്ഷെ ഈ 4 പേരും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തോ ഒരു വലിയ കാര്യമാണ് ഈ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഈ പോലീസുകാരും ആ വീട് മുഴുവനും സെർച്ച് ചെയ്യുന്നു. അവസാനം ആ വീടിന്റെ ബേസ്മെന്റിൽ പോയി നോക്കുന്നു. അവിടെ ഒരു പെണ്ണ് ഫുൾ ന്യൂഡായിട്ട് ആരോ ഈ പെണ്ണിനെ കുഴിച്ചിടാനായിട്ട് ശ്രമിച്ചതുപോലെ കാണാം. പക്ഷേ ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പോറലോ മുറിവോ ഒന്നുമില്ല. ഈ പെണ്ണിന്റെ ശരീരം ഫ്രഷ് ആയിരിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനെ കാണിക്കുന്നു. നായകൻ അവന്റെ അച്ഛന്റെ കൂടെ ചേർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരാളാണ്. ഇവര് പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇവരുടെ വീടിന്റെ ബേസ്മെന്റിൽ തന്നെ. ഇവര് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് പോലീസിന് കൊടുക്കും. നായകന്റെ അച്ഛനും പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായകനും ആ റൂമിൽ നിന്ന് പുറത്തു വന്നതും അവനെയും കാത്ത് അവന്റെ ഗേൾഫ്രണ്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവന്റെ ഗേൾഫ്രണ്ടിനാണെങ്കിൽ ഇവൻ ചെയ്യുന്ന ഈ തൊഴിൽ ഇഷ്ടമല്ല. അത് നായകനോടും പറഞ്ഞിട്ടുണ്ട്. നായകനും അവന്റെ ഗേൾഫ്രണ്ടിനോട്, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സാധാരണ നീ ഇങ്ങോട്ട് വരാത്തയാണല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചതും, ഞാൻ വെറുതെ ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞതും നായകൻ, അതൊന്നും വേണ്ട, ഇവിടെ എന്നെ കാണാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ലല്ലോ. അതിനവന്റെ ഗേൾഫ്രണ്ട്, ഞാൻ ഇവിടെയുള്ള ബോഡീസ് കാണാൻ വന്നതാണ്. ഇത് കേട്ടതും നായകൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവര് സംസാരിക്കുന്നത് നായകന്റെ അച്ഛൻ കേട്ടു. നായകന്റെ അച്ഛനും ഇവൾ ഇത്രയും ഇഷ്ടപ്പെട്ട് ചോദിക്കുകയല്ലേ, പോയി കാണിച്ചു കൊടുക്ക്. ഇത് കേട്ടതും ആ പെണ്ണ്, ഞാൻ ഒന്നും കണ്ട് പേടിക്കൂല. നായകനും അവളെ വിളിച്ചുകൊണ്ടുപോയി അവിടെയുള്ള ഓരോ ബോക്സും തുറന്നു കാണിക്കുന്നു. ഫസ്റ്റ് ഒരു ബോഡീന്റെ ഫ്രീസർ തുറന്നു കാണിക്കുന്നു. ആ ബോഡീന്റെ കണ്ണും വായും തുന്നി വെച്ചിരിക്കുന്നു. ആ പെണ്ണും, ഞാൻ ഇതൊന്നും കണ്ടാ പേടിക്കൂല, ഇതിലും വലുതുണ്ടെങ്കിൽ കാണിക്കെന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്യുന്നു. ഇത് കേട്ടതും നായകൻ വേറൊരു ബോഡി കാണിക്കുന്നു. ആ ബോഡീന്റെ മുഖം മൊത്തത്തിൽ ഒരു തുണി കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഇവന്റെ ഗേൾഫ്രണ്ട്, ഇതെന്താ ഈ ബോഡീന്റെ ഫേസ് തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിന് നായകൻ, ഈ ബോഡിക്ക് പാതി ഫേസേ ഇല്ല, അതുകൊണ്ടാണ് ഇതിന്റെ മുഖം തുണി കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ബോഡീന്റെ കാലിൽ ഒരു മണി കെട്ടി വെച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് ഈ പെണ്ണും ചോദിക്കുന്നു, എന്തിനാ ഈ മണി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നേ എന്ന്. അതിന് നായകന്റെ അച്ഛൻ, ഈ മണി കെട്ടി വെച്ചിരിക്കുന്നത് സപ്പോസ് ഈ ബോഡിക്ക് ജീവൻ വന്നാലോ, ജീവൻ ഉണ്ടായാലോ, കാലനങ്ങിയാൽ അറിയാൻ വേണ്ടിയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ പെണ്ണും ബോഡിയെല്ലാം കണ്ടിട്ട് നായകന്റെ കൂടെ പുറത്തോട്ട് വരുന്നു. ഇവർ രണ്ടുപേരും ലിഫ്റ്റിന്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ലിഫ്റ്റിൽ നിന്നും ഒരു ഷെറീഫ്, ഫസ്റ്റ് സീനിൽ ഒരു പെണ്ണിന്റെ ബോഡി കണ്ടില്ലേ, ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. നായകനും ആ ബോഡിന്റെ പുറകെ പോകാൻ നോക്കിയതും നായകന്റെ അച്ഛൻ, നീ നിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ നിൽക്ക്, ഞാൻ ഈ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ബോഡിയും കൊണ്ട് അയാള് പോകുന്നു. ഇവന്റെ ഗേൾഫ്രണ്ടും ഇവനോട്, നീ നിന്റെ അച്ഛനോട് പറഞ്ഞോ നീ ഈ ജോലി നിർത്താൻ പോകുന്ന കാര്യം? അതിന് നായകൻ, ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു നല്ല ടൈം കിട്ടുമ്പോ പറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നായകനും അവന്റെ ഗേൾഫ്രണ്ടിനെ പറഞ്ഞു വിട്ടിട്ട് മോർച്ചറി റൂമിലോട്ട് വന്ന് ആ ബോഡി നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഈ ബോഡി കൊണ്ടുവന്ന ഷെരീഫ് നായകന്റെ അച്ഛനോട്, ഈ പെണ്ണിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല, ഈ പെണ്ണിന്റെ ബോഡി കണ്ടുപിടിച്ച സ്ഥലത്ത് മൊത്തം 4 പേരാണ് കൊടൂരമായി കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. അവരെ ആരാണോ കൊന്നത് എന്ന് ഒരു എവിഡൻസ് പോലും ഇല്ല. എനിക്ക് നാളെ രാവിലെ ഈ പെണ്ണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് ആ ഷെരീഫ് അവിടെ നിന്നും പോകുന്നു. ഈ ഷെരീഫ് പോയി കഴിഞ്ഞതിന് ശേഷം നായകനും അച്ഛനും കൂടി ചേർന്ന് ആ പെണ്ണിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. അപ്പനെ മോനെ നോക്കിയാ എന്തോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്ന പോലെ തോന്നൂല. പാട്ടൊക്കെ പ്ലേ ചെയ്ത് എൻജോയ് ചെയ്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ ഇവന്റെ അച്ഛൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നായകനും ഈ പെണ്ണിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണിനെ കണ്ട ഒരു 20 വയസ്സ് തോന്നിക്കും. പുറമെ ഇവളുടെ സ്കിന്നിന് ഒരു ചതവോ മുറിവോ ഇല്ല, എല്ലാം ഫ്രഷ് ആൻഡ് ക്ലിയർ ആണ്. ഈ പെണ്ണിന്റെ മുടി ബ്രൗൺ കളറാണ്. പക്ഷെ ഇവളുടെ കണ്ണ് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണ് തുറന്ന് നോക്കിയതും ഷോക്ക് ആകുന്നു. കാരണം ഈ പെണ്ണിന്റെ കണ്ണ് ഗ്രേ കളറിൽ ഇരിക്കുന്നു. മരിച്ച് കുറെ ദിവസം കഴിഞ്ഞ ആൾക്കാർ
ആൾക്കാരുടെ കണ്ണ് മാത്രമേ ഇങ്ങനെ ഗ്രേ കളറിൽ ഇരിക്കുള്ളൂ. പക്ഷെ ഇന്നലെ മരിച്ച ഈ പെണ്ണിന്റെ കണ്ണെന്താ ഗ്രേ കളറിൽ ഇരിക്കുന്നേ എന്ന് അപ്പനും മോനും ഡൗട്ടോടെ നോക്കുന്നു. അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ വയറ് നോക്കുകയാണെങ്കിൽ ശ്വാസം അകത്തോട്ട് വലിച്ചതുപോലെ ഒട്ടിയിരിക്കുന്നു. നായകനും അവിടെയുള്ള ബോർഡിൽ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ട്. നായകന്റെ അച്ഛനും ആ പെണ്ണിന്റെ ബോഡി കൂടുതൽ ഡീറ്റെയിൽ ആയി നോക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ കയ്യും കാലും പിടിച്ചു നോക്കുമ്പോൾ ആ പെണ്ണിന്റെ രണ്ട് കാലിന്റെയും കണങ്കാൽ ഒടിച്ചിട്ടിരിക്കുന്നു. അതുകൂടാണ്ട് കാൽ മുട്ടും ഒടിച്ചിട്ടിരിക്കുന്നു. പുറത്തോട്ട് എല്ല് കാണുന്ന രീതിയിൽ. ഇയാളും ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് നായകനും ബോർഡിൽ ഇതെല്ലാം മാർക്ക് ചെയ്യുന്നു. അതുകൂടാണ്ട് വേറൊരു കാര്യവും ഇവർ നോട്ട് ചെയ്യുന്നു. ഈ പെണ്ണിന്റെ കയ്യിലും കാലിലുമുള്ള നഖത്തില് ഒരു തരത്തിലുള്ള കറുത്ത മണ്ണ് കിട്ടുന്നു. ആ മണ്ണിനെ നായകന്റെ അച്ഛൻ പീറ്റ് എന്ന് പറയുന്നു. ഈ മണ്ണ് എങ്ങനെ ഇവളുടെ ശരീരത്തിൽ വന്നു? ഈ മണ്ണ് ഇവിടെയൊന്നും ഇല്ലാത്ത മണ്ണാണ്. ഇത് നോർത്തേൺ സൈഡിൽ മാത്രമേ ഇങ്ങനത്തെ മണ്ണ് ഉണ്ടാകുള്ളൂ. അയാളും ആ മണ്ണ് എടുത്തു വെക്കുന്നു. അതിനുശേഷം ആ പെണ്ണിന്റെ വാ തുറന്നു നോക്കുന്നു. വാ തുറന്നു നോക്കിയതും രണ്ടുപേരും ഷോക്ക് ആകുന്നു. ആ പെണ്ണിന്റെ വായിലെ നാക്ക് മുറിച്ചെടുത്തിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നായകൻ ഈ പെണ്ണിനെ ആരോ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പെണ്ണിന്റെ പുറത്തുള്ള സ്കിന്നിലോ ഒരു പോറലോ മുറിവോ ഒന്നുമില്ല. നായകനും ആ പെണ്ണിന്റെ മുറിഞ്ഞ നാക്ക് ഫോട്ടോ എടുക്കാൻ പോയതും മരിച്ചു കിടക്കുന്ന ഈ പെണ്ണിന്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരിക്കുന്നു. നായകനും ഇതെന്താ ചത്ത പെണ്ണിന്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈച്ച ആ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. ആ ഈച്ച പറന്നുപോയതിനു ശേഷമാണ് നായകൻ ഫോട്ടോ എടുക്കുന്നത്. നായകന്റെ അച്ഛനും ആ പെണ്ണിന്റെ വായ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ വായിൽ നിന്ന് ഒരു പല്ല് മിസ്സായിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു നൂലിന്റെ കഷ്ണം ആ പെണ്ണിന്റെ വായിൽ നിന്ന് കിട്ടുന്നു. ഇയാളും അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് അത് ഏതൊരു തുണീന്റെ നൂലാന്ന് മനസ്സിലാക്കുന്നു. നായകന്റെ അച്ഛനും ഈ പെണ്ണിന്റെ ബോഡി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ പെണ്ണിന്റെ പ്രൈവറ്റ് പാർട്ടും ചെക്ക് ചെയ്യുന്നു. പക്ഷെ ആ ഭാഗം ആരോ ചതച്ചു വെച്ചിരിക്കുന്നു. ഈ കാര്യം നായകനോട് പറഞ്ഞതും നായകൻ ആരെങ്കിലും ഈ പെണ്ണിന്റെ ഗർഭപാത്രം നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞതും നായകന്റെ അച്ഛൻ എനിക്കിത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, ഇതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇത്ര നേരം ഇവർ രണ്ടുപേരും ഈ പെണ്ണിന്റെ പുറംഭാഗമാണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പെണ്ണിന്റെ ബോഡി കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് നായകന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ ശരീരം കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുന്നു. അതിൽ ഏതോ ഒരു പെണ്ണ് ഒച്ചത്തിൽ അലറുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നോർമലായി പാട്ട് പ്ലേ ആകുന്നു. നായകൻ അച്ഛനും ആ പെണ്ണിന്റെ ബോഡി കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതും ജീവനോടെയുള്ള ഒരു പെണ്ണിന്റെ ശരീരം കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാകും അതുപോലെ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നും ചോര ഒഴുകുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഇവർക്ക് തന്നെ സംതിങ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. കാരണം സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ചോര അപ്പൊ തന്നെ ഉറച്ചു പോകും. പക്ഷെ ഈ പെണ്ണിന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. നായകനും ഈ പെണ്ണിന്റെ സാമ്പിൾസ് ഒക്കെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്രീസറിൽ കൊണ്ടേ വെക്കുന്നു. നായകന്റെ അച്ഛനും ഈ പെണ്ണിന്റെ തോലിന്റെ ഉൾഭാഗം നോക്കുന്ന സമയത്ത് അവിടെ നിന്നും എന്തോ ഒരു കറുത്ത കട്ട കിട്ടുന്നു. അതൊരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് നായകന്റെ കയ്യിൽ കൊടുക്കുന്നു. നായകനും അത് ഫ്രീസറിൽ കൊണ്ടേ വെക്കാൻ പോയതും കുറച്ചു മുമ്പ് നായകൻ ഫ്രീസറിൽ വെച്ച ചോരന്റെ സാമ്പിൾ എല്ലാം ലീക്ക് ചെയ്ത് ആ ഫ്രീസറിന്റെ പുറത്തോട്ട് വന്നിരിക്കുന്നു. ഇത് കണ്ടതും നായകന്റെ അച്ഛൻ അവനോട് ചൂടാകുന്നു. നിന്റെ ശ്രദ്ധ എവിടെയാണ്? ഒരു കാര്യം ചെയ്യണേ, ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ നോക്കുന്നേ എന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു. നായകന്റെ അപ്പനും ഈ പെണ്ണിന്റെ എല്ലെല്ലാം കട്ട് ചെയ്ത് ആ പെണ്ണിന്റെ ലെങ്സ് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതും അയാൾ ഷോക്ക് ആകുന്നു. കാരണം ആ പെണ്ണിന്റെ 2 ലെങ്സും കരിഞ്ഞിരിക്കുന്നു. സാധാരണ ഒരു മനുഷ്യൻ ഒരു ദിവസം 10 പാക്കറ്റ് സിഗരറ്റ് അടിച്ച് ഒരു 30 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ലെങ്സ് കരിഞ്ഞു പോകുള്ളൂ. പക്ഷെ ഇന്നലെ മരിച്ച ഈ പെണ്ണിന്റെ ലെങ്സ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു. അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ ഹാർട്ട് പുറത്തെടുത്ത് നോക്കിയതും അതും കൊണ്ട് ഷോക്ക് ആകുന്നു. കാരണം ആ പെണ്ണിന്റെ ഹാർട്ടിൽ മുഴുവനും തഴമ്പാണ്. ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ പുറത്തുപോലും ഇത്രയും പാടില്ല. പക്ഷെ ഇവളുടെ ഓർഗൻസ് മുഴുവനും നശിച്ചു കിടക്കുന്നു. അതേസമയം പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് വന്നതും നായകന്റെ അച്ഛൻ അവനോട് മോനെ അതെന്താ സൗണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. നായകൻ അത് ചെക്ക് ചെയ്യാൻ പോയതും നായകന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ സ്കിന്നിന്റെ അടിയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതെന്താന്ന് നോക്കാൻ പോയതും ആ പെണ്ണിന്റെ എല്ല് തട്ടി ഇയാളുടെ കൈ മുറിയുന്നു. കൈ മുറിഞ്ഞതും നല്ലോണം ബ്ലീഡ് ചെയ്യുന്നു. ഇയാളും അത് കഴുകാൻ പോയതും വെന്റിലേറ്ററിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നായകനും ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. നായകനും ആ വെന്റിലേറ്റർ ഉള്ള സ്ഥലത്തോട്ട് കയറി നോക്കിയതും എന്തോ ഒരു സാധനം സ്പീഡിൽ ഓടിയതും അത് കണ്ട് നായകൻ അവിടെ നിന്ന് താഴോട്ട് വീഴുന്നു. ഇവൻ വീണ സൗണ്ട് കേട്ട് ഇവന്റെ അച്ഛനും അങ്ങോട്ട് ഓടി വരുന്നു. അവന്റെ അച്ഛനും അവനോട് എന്ത് പറ്റി എന്ന് ചോദിച്ചതും നായകൻ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞ് നായകൻ രണ്ടാമതും കയറി നോക്കിയതും ഇവർ രണ്ടുപേരും സ്നേഹത്തോടെ വളർത്തിയ ഇവരുടെ പൂച്ച അതിൽ ചത്തു കിടക്കുന്നു. ഇത് കണ്ടതും രണ്ടുപേരും അപ്സെറ്റ് ആകുന്നു. നായകൻ കൂടുതൽ സങ്കടപ്പെടുന്നു. കാരണം അവൻ അത്ര ഇഷ്ടമായിരുന്നു
ഉണ്ടായിരുന്നു ഈ പൂച്ചയെ. നായകന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. ബോഡി കത്തിക്കുന്ന മിഷന്റെ ഉള്ളിൽ ഈ ചത്ത പൂച്ചേനെ ഇട്ടിട്ട് കത്തിച്ചളയുന്നു. നായകനും ആകെ വിഷമിച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും പിന്നെയും നിർത്തിവെച്ച പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങുന്നു. നായകന്റെ അച്ഛൻ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ കുടലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പൂ കിട്ടുന്നു. ഈ പൂ കണ്ടതും അയാൾക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നു. അയാൾ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് ഈ പൂവിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പൂവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മനുഷ്യന്റെ ശരീരത്തിൽ ഈ പൂവ് ചെല്ലുകയാണെങ്കിൽ അവരുടെ ശരീരം ഫുള്ളായി പാരലൈസ് ആയി പോകും. ശരീരം മൊത്തം അനക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൂടാണ്ട് പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ പെണ്ണിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു പൊതി കിട്ടുന്നു. അതെന്താന്ന് നോക്കാനായിട്ട് തുറന്നു നോക്കിയതും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പല്ല് കിട്ടുന്നു. അതുകൂടാണ്ട് ആ തുണിയിൽ എന്തൊക്കെയോ സിമ്പിൾസ് വരച്ചു വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് റൊമാനിയൻ ന്യൂമറൽ ലെറ്റേഴ്സ് കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഈ പെണ്ണിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് ഒരു നൂലിന്റെ കഷ്ണം കിട്ടിയില്ലേ, ആ നൂല് ഈ തുണിയിൽ നിന്നുള്ളതാണ്. അതുകൂടാണ്ട് ഈ തുണിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പല്ലിന്റെ ഉടമയും ഈ മരിച്ചടക്കുന്ന പെണ്ണ് തന്നെയാണ്. നായകന്റെ അച്ഛനും ഈ പെണ്ണിന്റെ തോലിന്റെ അടിയിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി അവളുടെ തോല് പതിയെ മുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പലതരത്തിലുള്ള പാരനോർമൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നു. അവിടെ പ്ലേ ആയിക്കൊണ്ടിരുന്ന മ്യൂസിക് മാറി വേറൊരു തരത്തിലുള്ള പാട്ട് കേൾക്കുന്നു. അതുകൂടാണ്ട് കോരിച്ചൊരിയുന്ന മഴയും ഇടിയും വെട്ടുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ നായകൻ അവന്റെ അപ്പനോട്, അപ്പാ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് എന്തൊക്കെയോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നിവൻ പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ആ പെണ്ണിന്റെ തോല് മുറിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ആ പെണ്ണിന്റെ തോല് മുറിച്ചു നോക്കിയതും ആ തുണിയിലുള്ള അതേ സിമ്പിൾസ് ഈ പെണ്ണിന്റെ തോലിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പാട് പോലും ഇവളുടെ പുറം സ്കിന്നിലില്ല. ഇവരിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബൾബും പൊട്ടിത്തെറിക്കുന്നു. അതുകൂടാണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്രീസറിന്റെ ഉള്ളിലുള്ള ബോഡീസും അതൊന്നുപോലും ഇപ്പൊ കാണുന്നില്ല. ഇതൊക്കെ കണ്ടതും രണ്ടുപേരും പേടിച്ച് ആ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും പുറത്തിറങ്ങി അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു. ഇവരിപ്പോ നിൽക്കുന്നത് ബേസ്മെന്റിലാണ്. ഇവർ മുകളിലോട്ട് പോകാനായി ലിഫ്റ്റിന്റെ അടുത്തോട്ട് വന്നതും മഴ കാരണം കറണ്ട് പോയതുകൊണ്ട് ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവരും അവിടെ ഉണ്ടായിരുന്ന ഡോർ വഴി പുറത്തു പോകാൻ നോക്കിയതും ഏതോ ഒരു മരം വീണ് ഇവര് പുറത്തോട്ട് പോകാനുള്ള ഡോറ് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഫോൺ വഴി വിളിച്ച് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക എന്ന് വിചാരിച്ച് നോക്കിയതും ഫോണിൽ സിഗ്നൽ പോലും ഇല്ല. ഇവരെന്തോ വലിയ ആപത്തിൽ പെട്ട് എന്ന് ഇവർക്കറിയാം. ഇവരും ഒന്നും നോക്കാണ്ട് നേരെ ഇവന്റെ അച്ഛന്റെ ഓഫീസിലോട്ട് പോകുന്നു. ആ ഓഫീസ് റൂമിൽ പോയിട്ടും ടവർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ ടവർ കിട്ടുന്നില്ല. ഇവരും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്ത് ഇവരിയ്ക്കുന്ന റൂമിന്റെ ഡോറ് ആരോ തട്ടുന്നു. ആരാണെന്ന് നായകൻ ഡോറ് തുറക്കാണ്ട് വാതിലിന്റെ അടിയിലുള്ള ഗ്യാപ്പിൽ കൂടി നോക്കിയതും ഇങ്ങനെ കാണുന്നു. ഒരു നിമിഷം ഇവർ എന്നെ പേടിച്ചു പോകുന്നു. മരിച്ച ബോഡിക്ക് ജീവൻ വെച്ച് അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നു. അതുകൂടാണ്ട് ഇവരിപ്പോ ഉള്ള റൂമിന്റെ ഡോറ് തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരും കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വെച്ച് ആ ഡോറ് തുറക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. വാതില് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ അച്ഛന്റെ കയ്യിലുള്ള മുറിവിൽ നിന്നും ചോര ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളും അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ പോയി അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബാത്റൂമിന്റെ ഉള്ളിലുള്ള ഒരു സൈഡിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. നായകനും നോക്കുന്ന സമയത്ത് ആ ബാത്റൂമിന്റെ ഉള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ കാണുന്നു. നായകനും അപ്പ എന്ന് വിളിച്ചതും അയാൾ ആ തുണി എടുത്ത് മാറ്റിയതും ഒരേ സമയത്തായിരുന്നു. പക്ഷെ അവിടെ ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു രൂപം നായകന്റെ അച്ഛനെ വലിച്ചുകൊണ്ടു പോകുന്നു. ആ ബാത്റൂമിന്റെ ഡോറും ലോക്കായി പോകുന്നു. നായകനും എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ ബാത്റൂമിന്റെ ഡോർ തുറന്ന് അവന്റെ അച്ഛനെ രക്ഷിക്കുന്നു. ഭാഗ്യത്തിന് അവന്റെ അച്ഛന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. നായകനും അവന്റെ അച്ഛന് മരുന്നൊക്കെ വെച്ച് ആ കൈ കെട്ടിക്കൊടുക്കുന്നു. അവന്റെ അച്ഛനും നായകനെ നോക്കി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ പെണ്ണിന്റെ ബോഡി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ ആ പെണ്ണിന്റെ ബോഡി ഇവിടെ നിന്നും പുറത്തോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ബോഡി കത്തിച്ചളയണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവരും കുറച്ചു നേരം ആ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. പുറത്തൊരു സൗണ്ടും കേൾക്കുന്നില്ല എന്ന് കണ്ടത് ഇവര് പതിയെ ആ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് പോകുന്നു. പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് പോയിട്ട് ആ പെണ്ണിന്റെ ബോഡി പുറത്തോട്ട് എടുക്കാൻ നോക്കുന്നു. ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ആ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്ത് കളയുന്നു. നായകനും ആ റൂമിലുണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് ആ വാതിൽ പൊളിക്കാൻ നോക്കുന്നു. ഇവനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്തോ ഒരു അനക്കം കാണുന്നു. ഇവനും അത് എന്താണെന്ന് ഏന്തി നോക്കിയതും അവിടെ ഒരു ബോഡി ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നായകൻ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കണ്ടതും ഇവന്റെ അച്ഛനും വന്ന് എന്ത് കണ്ട് പേടിച്ച് നിൽക്കുകയാണെന്ന് നോക്കുന്നു. അപ്പോ വാതിലിന്റെ ഇടയില് ഇവര് വായും കണ്ണും കൂട്ടി തുന്നിയ കിളവിത്തള്ള ആ വാതിലിന്റെ ഇടയിൽ വന്ന് വായും തുറന്നു നിൽക്കുന്നു. ഇത് കണ്ടതും ഇവർക്കിനി പുറത്തോട്ട് പോകാൻ വേറൊരു വഴിയുമില്ല എന്ന് കണ്ടതും ആ പെണ്ണിന്റെ ബോഡിന്റെ പൊക്കത്ത്
ഭാഗത്തുകൂടി ഫ്യൂവൽ ഒഴിച്ച് കത്തിക്കുന്നു. ആ പെണ്ണിന്റെ ബോഡി കത്തിച്ചതും ആ മോർച്ചറി റൂം മൊത്തത്തിൽ കത്തുന്നു. ഇവര് റെക്കോർഡ് ചെയ്തു വെച്ച സാധനങ്ങളും ഫോട്ടോസും ക്യാമറയും എല്ലാം കത്തുന്നു. പക്ഷെ ഈ പെണ്ണിന്റെ ബോഡി ഒരു ഭാഗം പോലും കത്തിയിട്ടില്ല. ഇത് കണ്ടതും ഇവർ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കാണ് ആപത്ത്, ആര് നമ്മുടെ മുൻപിൽ വന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് സേഫ്റ്റിക്ക് ആ കോടാലിയും കയ്യിലെടുത്ത് ആ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും പുറത്തിറങ്ങി ലിഫ്റ്റ് ഉള്ള ആ ഏരിയയിലോട്ട് പോകുന്നു. ഇവർ ആ ഭാഗത്തോട്ട് വന്നതും ആ ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ചെയ്യാൻ പോകുന്നതും ഒരേ സമയത്തായിരുന്നു. നായകനും ഓടിച്ചെന്ന് ആ ഡോർ ക്ലോസ് ചെയ്യാണ്ട് നോക്കുന്നു. പക്ഷെ ഇവൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഡോർ ക്ലോസ് ആകുന്നു. അതിന്റെ ഇടയിൽ ആ മണി കാലി കെട്ടിയ ബോഡി അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നതിന്റെ സൗണ്ട് കേൾക്കാം. ഈ സൗണ്ട് കേട്ടതും നായകൻ ആ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം കഷ്ടപ്പെട്ട് എങ്ങനെയോ ആ വാതിൽ തുറന്നതും ഇവർ രണ്ടുപേരും ആ ലിഫ്റ്റിന്റെ ഉള്ളിലോട്ട് കയറുന്നു. പക്ഷേ ആ മണി കെട്ടിയ ബോഡി ഇവരുടെ പുറകെ തന്നെ നിൽക്കുന്നു. ഇത് കണ്ടതും നായകന്റെ അച്ഛൻ അയാളുടെ കയ്യിലുണ്ടായ കോടാലി വെച്ച് അതിന്റെ കഴുത്തു ഭാഗം നോക്കി വെട്ടുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അനക്കവും കേൾക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ടാണ് നായകന്റെ അച്ഛൻ എന്താണ് വെട്ടിയത് എന്ന് നോക്കുന്നത്. അത് നായകന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. ഇത്ര നേരം ഇവര് കണ്ടതെല്ലാം ഇലൂഷൻ ആയിരുന്നു. നായകനും അവന്റെ ഗേൾഫ്രണ്ടിന്റെ ബോഡി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുന്നു. ഇത് കണ്ടതും നായകന്റെ അച്ഛൻ എന്ത് നടന്നാലും കുഴപ്പമില്ല, ഇന്ന് നമ്മൾ ആ പെണ്ണിന്റെ ബോഡി നശിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞ് നായകന്റെ ഗേൾഫ്രണ്ടിന്റെ ബോഡി ലിഫ്റ്റിലോട്ട് എടുത്തിട്ട് രണ്ടുപേരും ലിഫ്റ്റിലോട്ട് കയറി ആ ഡോറ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നില്ല. ഇവരും കുറച്ചു നേരം ലിഫ്റ്റിൽ തന്നെ ഇരിക്കുന്നു. അതേസമയം ഇപ്പുറത്ത് ബോഡി കത്തിക്കുന്ന മെഷീൻ ഇല്ലേ, അത് ഓട്ടോമാറ്റിക്കായി ഓൺ ആയി അവിടെ മൊത്തം ഇതിന്റെ പുക സ്പ്രെഡ് ആകുന്നു. ഇപ്പുറത്ത് നായകന്റെ അച്ഛൻ നായകനെ നോക്കി നമ്മളിങ്ങനെ ഇരുന്നാ പോരാ, ആ പെണ്ണിന്റെ ബോഡി എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ നോക്കണം, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നായകനും നായകന്റെ അച്ഛനും ആ ലിഫ്റ്റിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവർ ആ പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് വരുന്ന വഴി മൊത്തം പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൂടാണ്ട് മരിച്ച ബോഡിയെല്ലാം നായകന്റെ അച്ഛനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നേരെ പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് വരുന്നു. ഇവരല്ലാണ്ട് വേറെ ആരും അകത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞ് നായകൻ ഒരു വലിയ കമ്പി കഷ്ണം വെച്ച് ആ ഡോറ് ലോക്ക് ചെയ്യുന്നു. നായകനും ഈ പെണ്ണിന്റെ ബോഡിന്റെ അടുത്തോട്ട് വന്ന് അവളുടെ തലയിലുള്ള മുടി മാറ്റി തലയൊട്ടി തുറന്ന് അവളുടെ ബ്രെയിനിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നു. അത് നായകൻ അവിടെ ഉണ്ടായിരുന്ന മൈക്രോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയതും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇപ്പോഴാണ് കാണിക്കുന്നത്. കാരണം ഈ പെണ്ണിന്റെ ബ്രെയിൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ തലച്ചോറിലുള്ള ചോര ഇപ്പോഴും ഓടുന്നത് മൈക്രോസ്കോപ്പ് വഴി കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാണ്ട് ആ പെണ്ണിന്റെ വയറ്റിൽ നിന്ന് എടുത്തൊരു പൊതിയില്ലേ, അതും ഇവൻ മൈക്രോസ്കോപ്പിൽ വെച്ച് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം അതിൽ നിന്ന് എന്തോ ഒരു ക്ലൂ കിട്ടുന്നു. ലെവിറ്റീസ് 20:27 എന്നൊരു ബൈബിൾ വചനം കിട്ടുന്നു. ഇത് നായകൻ അവന്റെ അച്ഛനോട് പറഞ്ഞതും അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈബിൾ എടുത്ത് ഈ വാക്യം എടുത്ത് വായിക്കുന്നു. വെളിച്ചപ്പാട് മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ മരണശിക്ഷ അനുഭവിക്കണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, അവരുടെ രക്തം അവരുടെ മേലിരിക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോഴാണ് നായകൻ എന്നെ മനസ്സിലാകുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വിച്ചാണ് ഇത്. അതിന്റെ ബ്ലഡ് സാമ്പിൾ ആണ് ഈ പെണ്ണിന്റെ തലച്ചോറിൽ നിന്നും കിട്ടിയത്. നായകൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ അച്ഛനോട് പറഞ്ഞതും നായകൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാണ്ട് ഇവന്റെ അച്ഛൻ ഇതെല്ലാം വെറും മിത്താണ് എന്ന് പറയുന്നു. ആക്ച്വലി ആ കാലത്തുള്ള വിച്ചിനെ എല്ലാരും കൂടി ചേർന്ന് തൂക്കിക്കൊല്ലാൻ ാണ് നോക്കിയത്. പക്ഷെ അതിന് പകരമായി ആ വിച്ചിനെ ഭയങ്കരമായി ടോർച്ചർ ചെയ്ത് അതിന്റെ കയ്യും കാലും ഒടിച്ച് നാക്ക് കട്ട് ചെയ്ത് ഭയങ്കര ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ സീനെല്ലാം നമ്മളും കണ്ടിട്ടുണ്ടാകും. അവസാനം ആ മന്ത്രവാദീനെ ഒരു പെണ്ണിന്റെ ശരീരത്തിലോട്ട് കയറ്റി നശിപ്പിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ ആ പെണ്ണിനെ നശിപ്പിക്കാൻ നോക്കിയ എല്ലാരും ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കൊല്ലപ്പെട്ടത്. അതുകൂടാണ്ട് ഒരു സീനിൽ നായകന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയതും ആ സമയം പ്ലേ ആയിക്കൊണ്ടിരുന്ന റേഡിയോയിൽ ഏതോ ഒരു പെണ്ണ് അലറുന്ന സൗണ്ട് കേട്ടിരുന്നില്ലേ. അതെന്തുകൊണ്ടെന്നാൽ ആ വിച്ച് ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇപ്പോഴും ആ വിച്ചിന് ഈ പെണ്ണിന്റെ ശരീരം മുറിക്കുന്ന സമയത്ത് ആ പെയിൻ അറിയാൻ പറ്റുന്നുണ്ട്. അതൊന്നും അറിയാണ്ട് ഈ പെണ്ണ് ജീവനോടെയുള്ള കാര്യം പോലും അറിയാണ്ട് ആ പെണ്ണിന്റെ ബോഡി ആ കാലത്ത് എങ്ങനെ ടോർച്ചർ ചെയ്തോ അതേപോലെ തന്നെ നെഞ്ചു കീറി ഹാർട്ട് പുറത്തെടുത്ത് കൊടലെല്ലാം മുറിച്ച് ഭയങ്കര ബ്രൂട്ടലായിട്ട് ടോർച്ചർ ചെയ്തിരിക്കുന്നു. ഈ പെണ്ണ് നമ്മളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വാ അടച്ചില്ല. അപ്പോഴേക്കും ഇവര് നിൽക്കുന്ന റൂമിന്റെ ലൈറ്റ് എല്ലാം മങ്ങുന്നു. അതുകൂടാണ്ട് ആരോ ഇവര് നിൽക്കുന്ന റൂമിന്റെ വാതിൽ തല്ലി പൊളിക്കാൻ നോക്കുന്നു. നായകനും ആ വാതിൽ പിടിച്ചു നിർത്താൻ പോയതും നായകന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ ചെവിച്ചോട്ടി വന്ന് എന്റെ മോനൊന്നും ചെയ്യല്ലേ,
നിനക്ക് വേണേ ഞാൻ എന്നെ തരാം എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ ചത്ത പെണ്ണ് അവളുടെ ശരീരത്തിൽ എന്തൊക്കെ പറ്റിയോ അതെല്ലാം ശരിയാക്കാൻ നോക്കുന്നു. ഈ പെണ്ണിന്റെ കയ്യെല്ല് ശരിയാകുമ്പോൾ നായകന്റെ അച്ഛന്റെ കൈ ഒടിയുന്നു. അതേപോലെ തന്നെ ഈ പെണ്ണിന്റെ കാല് ശരിയാകുമ്പോൾ ഇയാളുടെ കാലെല്ലും ഒടിയുന്നു. അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ ഓർഗൻസ് നോർമൽ സ്റ്റേജിലോട്ട് വരുന്നു. ഈ പെണ്ണിന്റെ കണ്ണിന്റെ നിറവും മാറുന്നു. പതിയെ പതിയെ സാധാരണ ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ മാറുന്നു. നായകന്റെ അച്ഛനാണെങ്കിൽ വേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായകനും ഇയാളുടെ അടുത്ത് വന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നു. പക്ഷെ അയാൾ ഇവിടെ നിന്ന് നിനക്ക് മാത്രമേ രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല, പ്ലീസ് എന്നെ കൊന്നേക്ക് എന്ന് പറയുന്നു. നായകനും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ അച്ഛനെ കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതും ആ റൂമിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. നായകനും വേറെ വഴി കൂടി പുറത്തോട്ട് പോയതും ഇവനൊന്ന് തിരിഞ്ഞതും ഇവന്റെ പുറകിൽ ഇങ്ങനെ കണ്ട് നായകൻ താഴെ വീണ് തല ചതറി മരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, നായകൻ എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന്. ഒരു സീനിൽ നായകൻ ആ പെണ്ണിന്റെ ബ്രെയിനിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തില്ലേ, അതും ഈ പെണ്ണിനെ ടോർച്ചർ ചെയ്തതിന് തുല്യമാണ്. ഇപ്പൊ അടുത്ത ദിവസം എല്ലാ പോലീസും വന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോഡിയും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. കൂട്ടത്തിൽ ആ പെണ്ണിന്റെ ബോഡിയും എടുക്കുന്നു. ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ടില്ലേ, ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ലാണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ല. ഈ പെണ്ണിന്റെ ബോഡി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റേഡിയോയിൽ പോസ്റ്റ്മോർട്ടം റൂമിൽ കേട്ട അതേ സെയിം പാട്ട് പ്ലേ ആകും. അവസാനം ഈ പെണ്ണിന്റെ കാലനങ്ങുന്നത് കാണിച്ച് ഈ പടം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേറൊരു ഡൗട്ടും കൂടി ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ലാത്തത് എന്ന്. ഈ പെണ്ണിന്റെ ബോഡി എവിടെ നിന്നൊക്കെ കിട്ടിയോ അവിടെയുള്ളവരുടെ ശരീരം യൂസ് ചെയ്ത് ഈ പെണ്ണിന്റെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം മാറ്റുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പെണ്ണിന്റെ ശരീരം ഫ്രഷ് ആയി ഒരു പാടോ പോറലോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല മൂവിയുമായി വീണ്ടും കാണാം. താങ്ക്